പ്രിയശലഭം പാർട്ട് 33. ശ്രീയും നീലിയും ഒരു പുഞ്ചിരിയോടെ വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടനും സഞ്ജുവും അമ്മായിമാരെല്ലാം കൂടെ ഒരുങ്ങി ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. എല്ലാവരും പുറത്തു തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ വന്നോ? ഞങ്ങളെല്ലാം വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാ. കുട്ടനായിരുന്നു അത് പറഞ്ഞത്. അപ്പോഴാണ് ശ്രീകാന്തിന്റെ ഫോൺ അടിക്കുന്നത്. അവനത് കണ്ടതും ഒന്ന് മാറി നിന്നു. അവൻ മാറി നിന്ന് സംസാരിക്കുന്നത് ഇവർ 3 പേരും ഒന്ന് നോക്കി. നീലി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ സഞ്ജുവിനോടും കുട്ടനോടുമായി ആങ്ങി താളത്തിൽ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞതും ഇത് കണ്ട അമ്മായി, ഈ പെണ്ണിതെന്ത് പറയുന്നേ? നീലി ചേച്ചിക്ക് ഇവരോട് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. അമ്മു ആയിരുന്നു അതിന് മറുപടി നൽകിയത്. അപ്പോഴേക്കും അത് കേട്ട് സഞ്ജുവും കുട്ടനും ഒന്ന് മാറി നിന്നു. കൂടെ തന്നെ നീലിയും. എന്തു പറ്റി നീലി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്രീകാന്തിനെ എന്തെങ്കിലും? കുട്ടൻ ഒരു സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടതും നീലി അല്ലെന്ന് തലയാട്ടി. അവൾ കൈകൊണ്ട് അവന്റെ ഫോൺ ചോദിച്ചതും അവനത് നൽകി. അവൾ അതിൽ നോട്ട്സ് എടുത്ത് ഭാമയെ കുറിച്ചെല്ലാം എഴുതി. അത് കണ്ടു വായിച്ച ഇവർ 2 പേരും ഞെട്ടി. കല്യാണമോ? സഞ്ജു ഞെട്ടലോടെ ചോദിച്ചു. എന്തിനാ ഇത്ര ധൃതി? ആരെങ്കിലും കല്യാണം ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്ക് സമ്മതിക്കുന്ന ആളല്ലല്ലോ ഭാമയുടെ അച്ഛൻ. അപ്പോ ഈ കൂട്ടുകാരൻ നല്ല അടുത്ത ബന്ധമുണ്ടായിരിക്കും. കുട്ടൻ സംശയത്തോടെ പറഞ്ഞു. എന്ത് ചെയ്താലും ശരി, ഇത് നടത്താൻ പാടില്ല, മുടക്കണം. സഞ്ജു ടെൻഷനോടെ പറഞ്ഞു. ഇവർ സംസാരിക്കുന്നതെല്ലാം സൂക്ഷിച്ചു നോക്കുന്ന അമ്മായിമാർ. ഈ പെണ്ണ് ഇവരോട് എന്താ പറയുന്നേ? എന്നെയും നിന്നെയൊക്കെ കുറിച്ച് എന്തെങ്കിലും പരദൂഷണം ഉണ്ടാക്കുകയാണോ? ആദ്യത്തെ അമ്മായി 2ാമത്തെ അമ്മയോടായി പറഞ്ഞു. ഇവൾ അവരെയും കയ്യിലെടുത്ത് കാണും. അവർ 2 പേരും പതിയെ പറഞ്ഞു. അതിന് നിങ്ങളെക്കുറിച്ച് പുതിയതൊന്നും പറഞ്ഞുണ്ടാക്കേണ്ടല്ലോ. പറയാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്തായാലും പേടിക്കണ്ട, നീലി നിങ്ങളെപ്പോലെയല്ല, പരദൂഷണം ഒന്നും പറയില്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുരുത്തക്കേട് പറയാൻ നിൽക്കരുതെന്ന്? അതും പറഞ്ഞ് അമ്മായി അവന്റെ ചെവിയിൽ പിടിക്കുന്നതും അങ്ങോട്ട് ശ്രീകാന്ത് ദേഷ്യത്തിൽ കയറി വരുന്നതും ഒപ്പമായിരുന്നു. ശ്രീകാന്ത് കണ്ട് ദേഷ്യത്തിൽ അവരെ ഒരു നോട്ടം. അമ്മായി പതിയെ ചെവിയിൽ നിന്നും കൈ മാറ്റി. അപ്പോഴേക്കും നീലിയും കുട്ടനും സഞ്ജുവും എല്ലാം വന്നു. എന്താ മക്കളെ നിങ്ങൾ അവിടെ സംസാരിച്ചേ? ചെറിയമ്മ ആകാംക്ഷയോട് ചോദിച്ചു. അത് നിങ്ങൾക്കുള്ളതല്ല, എന്നാ ഞങ്ങൾ ഇറങ്ങുകയാണ്. കുട്ടൻ അതും പറഞ്ഞ് ഇറങ്ങി. അവന്റെ സംസാരം കേട്ട് അപ്പു ചെറിയമ്മയെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. നീലി ഒരു പുഞ്ചിരിയോടെ അവർ പോകുന്നത് നോക്കി നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ അകത്തേക്ക് കയറി. മുറിയിലേക്ക് വരുമ്പോൾ ശ്രീകാന്ത് തലക്ക് കൈ പിടിച്ചിരിക്കുകയായിരുന്നു. അവൾ വാതിലടച്ച് അവന്റെ അടുത്ത് വന്നിരുന്നു. അവന്റെ കൈ പിടിച്ചു നോക്കി. കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് തല അമർത്തി പിടിക്കാൻ ശ്രമിക്കുന്നത് കണ്ടതും അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു. അവൻ തലവേദന സഹിക്കാനാവാതെ ഇരിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് അലമാര തുറന്നു. അവന്റെ മരുന്നുകൾ നോക്കി. തലവേദനക്ക് എന്ന് എഴുതിയ മരുന്ന് കണ്ടതും പെട്ടെന്ന് അതെടുത്ത് അവന്റെ അടുത്തേക്ക് ധൃതിയിൽ വന്നു. ജഗ്ഗെടുത്ത് നോക്കുമ്പോൾ അതിൽ വെള്ളമില്ലായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ വാതിലും തുറന്ന് അടുക്കളയിലേക്ക് ഓടി. പെട്ടെന്ന് ധൃതി പിടിച്ച് വെള്ളം ഒഴിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുറച്ച് നിലത്തേക്ക് വീണിരുന്നു. എന്തിനാ മോളെ ഇത്ര വെപ്രാളം? പതിയെ എടുക്ക്. ശ്രീയുടെ അമ്മ അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ജഗ്ഗെടുത്ത് സ്പീഡിൽ പോകാൻ നിന്നതും പെട്ടെന്ന് ചെറിയമ്മ അവളുടെ മുമ്പിൽ നിന്നു. അങ്ങനെ പോയാലോ? അവിടെ കളഞ്ഞ വെള്ളം തുടച്ചിട്ട് പോയാൽ മതി. അത് കേട്ടതും അവൾ നിസ്സഹായതയോടെ അവരെ നോക്കി. കൈകൊണ്ട് ശ്രീക്ക് വെയ്യെന്ന് കാണിച്ചു. പക്ഷേ അതവർക്ക് മനസ്സിലായില്ല. നിന്റെ ആങ്ങിത്താളമൊന്നും എനിക്ക് മനസ്സിലാവില്ല, ചെറിയമ്മ ദേഷ്യത്തിൽ പറഞ്ഞ് അവളുടെ കയ്യിലുള്ള ജഗ് അവർ പിടിച്ചു വാങ്ങി. പോയി തുടക്ക്. അതും പറഞ്ഞ് പുറകിലേക്ക് അവളെ തള്ളിയതും അവൾ സങ്കടത്തോടെ തുടക്കാൻ വേണ്ടി ഒരുങ്ങാൻ നിന്നതും സ്ത്രീയുടെ അവസ്ഥ അവളുടെ മുമ്പിൽ തെളിഞ്ഞു. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് ചെറിയമ്മയുടെ അടുത്ത് വന്ന് ജഗ്ഗിന് വേണ്ടി കൈ നീട്ടി. നിനക്കെന്താടി പറഞ്ഞ മനസ്സിലാവില്ലേ? അവർ ദേഷ്യത്തോടെ പറഞ്ഞതും നീലി അവളുടെ കയ്യിൽ നിന്നും അല്പം ദേഷ്യത്തിൽ തന്നെ ജഗ് പിടിച്ചു വാങ്ങി. പെട്ടെന്ന് മുന്നോട്ട് പോകാൻ നിന്നതും അവർ അവളുടെ കയ്യിൽ പിടിച്ചു. നീ അങ്ങനെ എന്നെ ധിക്കരിച്ച് പോകാമെന്ന് വിചാരിച്ചോ? ഇപ്രാവശ്യം നീലി ദേഷ്യത്തിൽ അവരെ ഒന്ന് നോക്കി. അവളുടെ ഇങ്ങനെയുള്ള നോട്ടം കണ്ട് അവർ തന്നെ ഒന്ന് പതറി. എന്നിട്ട് ദേഷ്യത്തിൽ അവരുടെ കൈ പിടിച്ചു മാറ്റി അവിടെ നിന്നും ധൃതിയിൽ സ്ത്രീയുടെ അടുത്തേക്ക് ഓടി. അപ്പോഴും അവൻ അതേ ഇരിപ്പാണ്.
അവൾ പെട്ടെന്ന് ഗുളികയും വെള്ളവും നിർബന്ധിച്ച് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തതും അവനത് വാങ്ങിച്ചു. അവൾക്ക് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആ വേദനയുടെ ഇടയിലും എപ്പോഴോ അവളുടെ മുഖം കണ്ടതും അവൻ വേദനയിൽ അവളെ നോക്കി. അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കൈ അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു. അവളും സങ്കടത്തോടെ അവൻ്റെ അടുത്തിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാടി. അവൾ നിങ്ങളെല്ലാം പോകാൻ നിൽക്കുകയായിരുന്നു, തനി സ്വഭാവം പുറത്തെടുക്കാൻ. അവൾ ദേഷ്യത്തിൽ ജഗ് പിടിച്ചു വാങ്ങി എന്നെ പുറകിലേക്ക് തള്ളിയിട്ട് അവൾ പോയത്. അവൾ ഇനി എന്തെല്ലാം ചെയ്യുമെന്ന് ആര് കണ്ടു? ചെറിയമ്മ ഫോണിലൂടെ അമ്മായിയോടായി പറഞ്ഞു. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ആ പെണ്ണ് എന്തു പറഞ്ഞാലും പാറ പോലെ കേട്ടു നിൽക്കുന്ന ആ നീലിമയെക്കുറിച്ച് തന്നെയാണോ നീ പറയുന്നേ? നിങ്ങൾക്കിപ്പോ എന്നെ വിശ്വാസമില്ലാതെയായോ? അവളുടെ തനി സ്വരൂപം ഞാൻ ഇനി വീഡിയോ എടുത്ത് കാണിക്കാം. അതും ദേഷ്യത്തിൽ പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. ആ പെണ്ണിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവളുടെ ഒരു അഹങ്കാരം ഞാൻ തീർക്കുന്നുണ്ടത്. അവളുടെ കയ്യിൽ നിന്നും വീണ വെള്ളം തുടക്കാതെ ധിക്കാരം കാണിക്കുന്നു. അതും പിറുപിറുത്തുകൊണ്ട് അവർ അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെ ശ്രീയുടെ അമ്മ പച്ചക്കറി അരിയുമായിരുന്നു. ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് നിന്നോ നീയൊക്കെ? നിന്റെ മരുമോളുടെ ധിക്കാരം നീ കണ്ടോ? ചെറിയമ്മ പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞതും, നീലിമോളോ അവൾ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? അവളുടെ കയ്യിൽ നിന്നും വീണ വെള്ളം തുടക്കാൻ പറഞ്ഞിട്ട് എന്നെ ദേഷ്യത്തിൽ നോക്കി എന്നെ തള്ളിയിട്ടാണ് അവൾ പോയത്. ചെറിയമ്മയുടെ വർത്താനം കേട്ടത്. ആര്? നീലിമോളോ? നിനക്കൊക്കെ എന്താ പ്രശ്നം? അവൾ വന്നത് മുതൽ നിനക്ക് അവളെ നോവിക്കാൻ കിട്ടുന്ന അവസരമൊന്നും നീ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇതാ ഓരോ നുണക്കഥകൾ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ ഇവിടെ ഒന്നും മിണ്ടാതെ കേട്ട് നിന്നിട്ടല്ലേ നീയൊക്കെ എന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? ഇതിപ്പോ എന്റെ മരുമോളുടെ അടുത്തുമായി അല്ലേ? ഞാൻ എപ്പോഴും ഒരുപോലെ മിണ്ടാതെ നിൽക്കുമെന്ന് നീ വിചാരിക്കണ്ട. കുറേയായി ഞാൻ ക്ഷമിക്കുന്നു. പിന്നെ നീലിയുടെ കയ്യിൽ നിന്നും വീണ വെള്ളം അവളിപ്പോ തുടച്ചിട്ട് ഇവിടെ നിന്നും പോയേ ഉള്ളൂ. ഇനിയും ഇതേപോലെ ഓരോ അനാവശ്യം കൊണ്ട് വന്നാ എന്റെ കയ്യിൽ കത്തിയാണ്. ക്ഷമിക്കുന്നതിൻ്റെ ഒക്കെ അതിരെല്ലാം ഇപ്പൊ പോയി തുടങ്ങിയിട്ടുണ്ട്. അതും പറഞ്ഞ് അവർ ദേഷ്യത്തോടെ ആ കത്തി അവിടെ വെച്ച് ഇറങ്ങിപ്പോയി. ചെറിയമ്മ എല്ലാം കേട്ട് ഞെട്ടിക്കൊണ്ട് നിൽപ്പാണ്. എടാ അങ്ങോട്ട് നോക്ക്. ചെറിയമ്മയുടെ ആ നൃത്തം കണ്ടിട്ട് ചിരിക്കണോ അതോ കരയണോ? അവിടെ പാളി നോക്കി നിൽക്കുന്ന അമ്മവും അപ്പവും പതിയെ പറഞ്ഞു. ഇല്ലെങ്കിലും അവർക്ക് അങ്ങനെ ഒന്ന് കിട്ടണം. ഇല്ലെങ്കിൽ നീലിയല്ലേ ദേഷ്യപ്പെടാനും ഇവരെ തള്ളാനൊക്കെ നിൽക്കുന്നേ. നുണ പറയുമ്പോ വിശ്വസിക്കാൻ പറ്റിയ നുണ പറയണ്ടേ? ആ പോലീസിനെ കൊണ്ട് എന്നെ പൂട്ടിയെന്ന് വിചാരിച്ച് ശ്രീകാന്ത് ജയിച്ചിട്ടില്ല. ജയിലിൽ നിന്നും പുഷ്പം പോലെ ഞാൻ ഇറങ്ങി വന്നു. ഇനി ശ്രീകാന്ത് അവൻ ജീവനോടെ നിന്നാലല്ലേ, അവൻ എന്നെ തല്ലിയ ഓരോ അടിക്കും ഞാൻ പകരം ചോദിക്കും. പിന്നെ നിനക്കും എന്തെങ്കിലും ചെയ്യാമായിരുന്നു. എന്നിട്ട് ചെയ്തോ? കല്യാണത്തിൻ്റെ അന്ന് 2 മണ്ടൻ കുണ്ടകളെ വിട്ട് ശ്രീകാന്തിനെ തല്ലാൻ നോക്കിയിരിക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അതുമില്ല. അതും എൻ്റെ തലയിലിട്ട് നീ ഒഴിഞ്ഞു അല്ലേ? ദീപക് ഒരു പുച്ഛത്തോടെ ചോദിച്ചു. ദീപക് അങ്ങനെയല്ല കാര്യങ്ങൾ. ഗായത്രി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും, ഗായത്രി ഇനി നിന്റെ ഒരു വിവരണവും എനിക്ക് ആവശ്യമില്ല. എനിക്കറിയാം ഇനി എന്താ വേണ്ടത് എന്ന്. ദീപക് പ്ലീസ്, ശ്രീക്കൊന്നും സംഭവിക്കരുത്. അത് പറയാൻ നീ ആരാടി? ദേഷ്യത്തിൽ മേശമേൽ കൈകൊണ്ട് അടിച്ചുകൊണ്ട് ദീപക് ചോദിച്ചതും അവളൊന്ന് ഞെട്ടി പേടിയോടെ അവനെ നോക്കി. ആ കോഫി ഷോപ്പിൽ വന്ന മറ്റുള്ളവരും ഒന്ന് ഞെട്ടിയിരുന്നു. അവനെ സേവ് ചെയ്യാൻ പറയാൻ നീ ഏതാ? ഒരു കാര്യം പറയാം, ഇത്ര അനുഭവിച്ചത് ഞാൻ മാത്രമാണ്. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നിനും നീ കൂടെ നിന്നിട്ടില്ല. ഇനി ഈ സംസാരം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന. അതും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ എണീറ്റ് പോയതും ഗായത്രി ഒരു വേദനയോടെ ഇരുന്നു. നിറഞ്ഞ കണ്ണുകളെല്ലാം തുടച്ച് അവൻ അവിടെ നിന്നും ഇറങ്ങി. അവരുടെ കാറിൽ അവർ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പുറത്തു തന്നെ അവളെ നോക്കിക്കൊണ്ട് അവരുടെ അമ്മ നിൽപ്പുണ്ട്. അവൾ അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് കയറാൻ നിന്നതും, ഗായത്രി അവിടെ നിന്നേ. അത് കേട്ടതും അവരൊന്ന് തിരിഞ്ഞു നോക്കി. നിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ പുറത്തേക്ക് പോക്ക് എനിക്കത്ര നന്നായി തോന്നിയിട്ടില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ല. കല്യാണം കഴിഞ്ഞ ആ ശ്രീകാന്തിനെ വേണം അല്ലേ നിനക്ക്? പണ്ടെന്നോ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ വന്ന് ഒരു കല്യാണം വേണമെന്നും പറഞ്ഞ് വായ്ക്ക് കൂടി നീ തന്നെ വാശി പിടിച്ച് നിന്റെ കല്യാണം നടത്തിയ ആ അഭിഷേക കിടപ്പുണ്ട് അവിടെ അകത്ത്. ഇപ്പോ
നീ കാരണം നരക ജീവിതം അനുഭവിക്കുന്ന ഒരാൾ. നിനക്ക് ഇനിയും ഞങ്ങളെയും അവനെയും ദ്രോഹിച്ചിട്ട് മതിയായില്ലേ? ഇനി നീ ആ കോളേജിലേക്ക് വരണ്ട. നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തു. ഞാൻ പ്രിൻസിപ്പൽ ആയിരിക്കെ ഇനി ആ കോളേജിലേക്ക് നിനക്ക് വരാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞാൽ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ട് അന്നും നീ വാക്കുകൾ കൊണ്ട് അവനെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. എത്രയൊക്കെ നീ ഒഴിവാക്കിയിട്ട് പോലും അവൻ നിന്നെ ഒരിക്കലും പോലും വേദനിപ്പിച്ചിട്ടില്ല. നീ ഒരാൾ കാരണമാണ് അവൻ ഇന്ന് ആ കിടപ്പ് കിടക്കുന്നത്. വാശിക്കേറി കോണിപ്പടിയിൽ നിന്നും തള്ളിയിട്ടപ്പോൾ നിനക്ക് ബോധമുണ്ടായിരുന്നോ അവനും ഒരു മനുഷ്യനാണെന്ന്? ഇന്നെല്ലാം സഹിച്ച് അവിടെ കിടക്കുന്ന അവനെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്ക്. ചെയ്ത തെറ്റെല്ലാം ഒന്ന് മനസ്സിലാക്ക്. ആ ശ്രീകാന്തിന് ഇനിയെങ്കിലും ഒന്ന് സമാധാനം കൊടുക്ക്. അവരെങ്കിലും ഒന്ന് ജീവിക്കട്ടെ. ഞങ്ങൾക്കും കുറച്ച് സമാധാനം നൽകു. നിന്നെ തല്ലി വളർത്തിയിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആവില്ലായിരുന്നു. നിന്റെ എല്ലാ വാശിയും നടത്തി തന്ന് അതാണ് എനിക്ക് പറ്റിയ വലിയ തെറ്റ്. അതും പറഞ്ഞ് അവളുടെ അമ്മ ദേഷ്യത്തിൽ അകത്തേക്ക് പോയി. ഗായത്രിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. തുടരും. കൂടാതെ ഷോർട്സിൽ ഞാൻ ചെറിയൊരു ഹൊറർ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അതും കേട്ട് അഭിപ്രായം പറയാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.